അപ്സര ചേച്ചി എന്ന് പറഞ്ഞ് ജാസ്മിൻ തുടങ്ങി വെക്കുന്ന സംസാരം അവസാനിക്കുന്നത് എടി അപ്സരെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ കുറച്ച് സമയങ്ങൾക്ക് മുന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, സോറി. അപ്പൊ ലൈവില് ജാസ്മിനും അതുപോലെ തന്നെ അപ്സരയും തമ്മിൽ ഭയങ്കരമായൊരു വാക്കുതർക്കവും അല്ലെങ്കിൽ നമുക്കൊരു ഫൈറ്റ് എന്ന് തന്നെ പറയാം, അങ്ങനെ അത് തുടങ്ങിയിരിക്കുകയാണ്. ജാസ്മിന്റെ ഭാഗത്ത് നിന്നാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസ് തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ജാസ്മിനെ പബ്ലിക് ആയിട്ട് ആരും സപ്പോർട്ട് ചെയ്യാറില്ല. എല്ലാ അടിയും ബഹളങ്ങളും തീർന്നിട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്നെ വന്ന് സമാധാനിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പ വന്ന് ഇടപെടണം. ഫിസിക്കൽ അസോൾട്ടുകൾ ഈ പറയുന്ന ടാസ്കുകളുടെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പ ചോദിക്കണം. ഇതിനു മുന്നേ ഒരു ടാസ്കിൽ പങ്കെടുത്ത സമയത്ത് അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായപ്പോൾ നിങ്ങൾ ആരും ചോദിച്ചില്ല. അതേ സമയത്ത് ജിൻഡോ ആയിരുന്നെങ്കിലോ, ജിൻഡോയെ എതിർക്കാനുള്ള ഒരു അവസരം എന്ന് കരുതി നിങ്ങൾ എല്ലാവരും അത് ചോദിച്ചു വന്നാനെ. അപ്പൊ അപ്സര പറയുന്നുണ്ട്, ഞാൻ പബ്ലിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു സപ്പോർട്ട് മറ്റുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുമില്ല. എന്റെ ന്യായം പറയേണ്ട സമയത്ത് മറ്റൊരു കണ്ടസ്റ്റന്റും എന്റെ ഒപ്പം നിന്നിട്ടുമില്ല. പിന്നീട് ഞാൻ എന്തിനാണ് അത്ര ആത്മാർത്ഥത കാണിക്കുന്നത്? അതുപോലെ ഒരു ബന്ധവുമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയാവുന്നതാണ് കാണിക്കുന്നത്. വളരെ ചെറിയൊരു വിഷയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുമ്പോ കയറി പിടിച്ച് മുകളിലേക്ക് പോയി വലിയൊരു വാക്ക് തർക്കത്തിലേക്കും വലിയൊരു ഫൈറ്റിലേക്കുമാണ് പോയിരിക്കുന്നത്. ഇതിനകത്ത് വളരെ വലിയ ഒരു അലിഗേഷനോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഇവര് കാഷ്വലായിട്ടിരുന്ന് സംസാരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നു. എന്താണെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല. ദെൻ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജാസ്മിൻ പറയുന്നുണ്ട്, അപ്സര ചേച്ചിനെ ഞാൻ കണ്ടിരുന്നത് റസ്മിനെയൊക്കെ പോലെ ആയിരുന്നു. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് തുറന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് പറ്റിയൊരു സ്പേസ് അപ്സര ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ റസ്മിനെയൊക്കെ പോലെയാണ് ഞാൻ അപ്സര ചേച്ചിനെ കണ്ടിരുന്നത്. അപ്പൊ തന്നെ അപ്സര പറയുന്നുണ്ട്, നീ റസ്മിനെ പിടിച്ചിരുത്താൻ നോക്കിയതുപോലെ എന്നോട് പറയാൻ നിൽക്കണ്ട. റസ്മിനെ പറയുന്നത് പോലെ അല്ല, റസ്മിനെ ഇതൊക്കെ പറഞ്ഞ് മയക്കുന്നത് പോലെ എന്നെ മയക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്സര അങ്ങ് പറഞ്ഞപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് പ്രൊവോക്ഡ് ആയിപ്പോയി. കാരണം പെട്ടെന്ന് കിട്ടിയൊരു അടിപൊളി ആയിപ്പോയി ജാസ്മിൻ. അത് അപ്പൊ തന്നെ പ്രൊവോക്കായി എണിറ്റ് നിന്നിട്ട് വിരലൊക്കെ ചൂണ്ടി അമ്മാതിരി വർത്താനാണ് ജാസ്മിനും. അപ്സരയെ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. ഇവരുടെ ആ ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസി ഭയങ്കരമായ ഫ്രീക്വൻസിയാണ്. ബിഗ് ബോസ് കിടന്ന് മുഴങ്ങുന്ന രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസും വന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത്. ബിഗ് ബോസ് ഇത് വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ടാസ്ക് കൊടുത്തു. പെട്ടെന്നൊരു ടാസ്കിലേക്ക് പോയി. ടാസ്കിന്റെ ഭാഗമായിട്ട് എല്ലാ കണ്ടസ്റ്റൻസും അപ്പൊ തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി. ഇപ്പൊ ടാസ്കും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ഇതുവരെ ഫാമിലി ആരും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടില്ല. അപ്സരയുടെ ഭർത്താവിൽ നിന്ന് കുറച്ച് ടെസ്റ്റുകൾ ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുമെന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്സരയും ഈ പറയുന്ന ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റിന്റെ ബാക്കി ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്തായാലും ഫാമിലി മെമ്പേഴ്സ് വന്നതിന് ശേഷം ഉള്ളതായിട്ട് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഭയങ്കരമായ ഒരു വിഷയത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. ഫിസിക്കൽ അസോൾട്ടിന്റെ തൊട്ട് അരിയത്ത് വരെയും എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പൊ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് അടിയൊക്കെ കഴിഞ്ഞ് വാളൊക്കെ വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വാളെടുത്ത് പിന്നെയും വീശൽ തുടങ്ങാം. ഫാമിലി മെമ്പേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. വന്നതിന് ശേഷം ഒരു ഫൈറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്